ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും എറണാകുളത്തെത്തി. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പെട്ടെന്നുണ്ടായ വരവാട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് നിഫ്റ്റിൻ്റെ റിസൾട്ട് വന്നു. ഞാനതിൽ ക്വാളിഫൈ ആയി. അപ്പോൾ സിറ്റുവേഷൻ ടെസ്റ്റ് സെക്കൻഡ് റൗണ്ട് ഉണ്ട്, അതും കൂടെ ക്വാളിഫൈ ആയാലേ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് 4-5 ദിവസത്തിൽ പോകുന്ന കേട്ടോ. എന്നാൽ തന്നെ ക്ലാസ് ഒരു 3-4 ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സോ അപ്പം അങ്ങനെ രാവിലെ ക്ലാസ്സിന് പോകാൻ വേണ്ടി നേരത്തെ നീച്ചു. ഫസ്റ്റ് ഡേ തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നെക്സ്റ്റ് സൺഡേ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ, അപ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം ഞാൻ അന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. സോ രാവിലെ നീച്ച് ആസ് യൂഷ്വൽ ഞാൻ വെള്ളമൊക്കെ കുടിച്ച്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ശീലമാണ് കേട്ടോ ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം എനിക്ക് ചെറുപ്പത്തിലൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. പിന്നെ എറണാകുളത്തേക്ക് മാറിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ ശീലമാണത്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് മേല് കഴുകി കേട്ടോ. മേല് കഴുകിയിട്ട് പിന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടി തുടങ്ങി. ഇന്നൊന്ന് ഒരുങ്ങിപ്പോവാന്ന് വിചാരിച്ച് ഐബ്രോ ഒക്കെ ഇതാക്കി, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ഈ 2 സ്റ്റെപ്പും ഞാൻ മിക്കവാറും സമയത്ത് സ്കിപ്പ് ചെയ്യാറില്ല. ഇനി ലിപ്സ്റ്റിക്ക് സ്കിപ്പ് ചെയ്താൽ പോലും ഞാൻ ഐബ്രോ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ എന്തോ ഒരു ഇതിന് വേണ്ടി മസ്കാരയൊക്കെ ഇട്ടു. ഞാൻ യൂഷ്വലി അതൊന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അതൊന്നും വലിയൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഒരു ബ്ലൂ ഐലൈനർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ട്, ഇത് ബയോട്ടിൻ പൗഡർ കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കി തന്നതാണ്. ഞാൻ മിക്കവാറും ദിവസം ഇത് രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ. ഇതിന് എല്ലാവർക്കും ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിന് പ്രത്യേകിച്ച് മധുരമോ അങ്ങനത്തെ ടേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കുടിക്കാനേ സമയം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തു. എന്നിട്ട് വേഗം ഇറങ്ങി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. ഞാൻ ആകെ ബയോട്ടിൻ്റെ പൗഡർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. സമയം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. 9:10 ലൈക്ക് 10 മണിക്ക് അവിടെ എത്തണം. 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 9:50 പോകാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മറ്റേ വനിത തിയേറ്ററാണ്. അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം മറ്റേ അലിൻജോസ് പെരേര അങ്ങനെ കുറേ ആൾക്കാർ വന്ന് ഫേമസ് ആക്കില്ലേ. കോമഡിയാണ് സംഭവം. അത് നമ്മൾ ക്ലാസ്സിന് വേണ്ടി പോയി. എന്താ പറയുക, അവിടെ ആദ്യം നിരഞ്ജനും മാനസും എല്ലാവരും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം FTയിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സിറ്റുവേഷൻ ടെസ്റ്റ് വന്നപ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്ലാസ് വേണം തോന്നിയിട്ട് ഞങ്ങൾ തിങ്കിലേക്ക് മാറി. അതുകൊണ്ട് ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഓക്കെ പോലെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു കേട്ടോ. ഈ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയൽസ് തരും. അതുകൊണ്ട് അവർ പറയുന്നൊരു സാധനം നിഫ്റ്റിന് ബേസിക്കായിട്ട് നോക്കുന്നത് ഐസ്തെറ്റിക്സും പിന്നെ എസ്തെറ്റിക്സും പിന്നെ അതുപോലെ നീറ്റ്നെസ്സുമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു തീം തരും. അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് കാട്ടി ഇങ്ങോട്ട് കാട്ടി. ലൈക്ക് ഇത് ഞങ്ങൾ ഫുൾ ഗ്യാങ് ഇല്ല കേട്ടോ. ഇതിൽ ദേവ ഇല്ല, മനു ഇല്ല, നിതു ഇല്ല, കാശി ഇല്ല. അവരൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ച് ബ്രേക്കായി. 1 o'clockനാണ് ലഞ്ച് ബ്രേക്ക്. 1 to 2 ആണ്. നല്ല വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഇനി ക്ലാസ്സിലിരുന്ന് വിശക്കണ്ട വെച്ചിട്ട് ഞാനൊരു ബർഗർ പറഞ്ഞു, ആദ്യം ഒരു സാൻഡ്വിച്ച് പറഞ്ഞു, അഫ്രിൻ വേറെന്തോ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബർഗർ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ബെസ്റ്റ് ബേക്സിലാട്ടോ ഞങ്ങൾ പോയത്. ഇവിടെ നിന്ന് ഞാനൊരു 2 വട്ടം മുൻപ് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അത് ജ്യൂസാണ്. അന്ന് എനിക്കൊരു ഓക്കെ ഫീൽ ചെയ്യുന്നു. ഇത്ര അടിപൊളിയല്ല, എന്നാൽ ഭയങ്കര ഇതുമല്ല. ബട്ട് ദെൻ ഞാൻ അങ്ങനെ ബർഗർ കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബർഗർ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്താ വെച്ചാൽ അതിൽ ചീസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. എനിക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒട്ടും പറ്റില്ല. എനിക്ക് 3 നേരം ചോറ് കിട്ടിയാൽ അത്രയും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കുർക്കുറേൻ്റെ പാക്കറ്റും വാങ്ങി. ക്ലാസ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഒരു കുർക്കുറേൻ്റെ പാക്കറ്റ് വാങ്ങി ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കഴിക്കാമല്ലോ. ഇത് തിങ്കിൻ്റെ ഓഫീസാട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ പ്രീവിയസ് ഇയറിൽ കുട്ടികളൊക്കെ ഇതൊക്കെ ഇത് ഞാൻ ചെയ്താട്ടോ. സംഭവം ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ചെയ്ത് വന്നപ്പോൾ പിന്നെ ആകെ എന്തൊക്കെയോ ആയി. ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് അല്ലേ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും അല്ല. പിന്നെ ഇത് ആദ്യം ഉണ്ടാക്കിയതാട്ടോ. എന്താ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു പ്ലാൻ വന്നപ്പോൾ അതുണ്ടാക്കി. ശരിക്കും എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ അത് ഞാൻ ഡ്രോപ്പ് ചെയ്ത്. ഇതൊക്കെ വേറെ കുട്ടികൾ ഉണ്ടാക്കിയതാട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മോൾ പോയി. ലുലു മോൾ ഒരു പോയിന്റിലേക്ക് മടുത്ത് പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴും പോയിട്ടേ മടുത്തുണ്ടായിരുന്നു. പിന്നെ പോവലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തിനാണ് പോയിന്ന് വെച്ചാൽ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാണ്ട് 10 ദിവസം ഉള്ളെങ്കിൽ ആ 10 ദിവസം ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ലുലുവിലാകുമ്പോൾ എല്ലാം കിട്ടുമല്ലോ, മറ്റേത് ചിലയിടത്ത് അതുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ലുലുവിൽ അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാവും കേട്ടോ. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ബാഗ് ടാഗ് ചെയ്യണം. ആണ് എത്ര അല്ലാത്തതിന് 40 ആണല്ലോ. കഴിക്കൂലേ? എന്താ ഇല്ല ഈ പെഡിഗ്രി ആദ്യം കഴിച്ച് കാണിക്ക്. സീരിയസ് ആയിട്ട് ഞാൻ വാങ്ങും. ഇത് കഴിക്കേണ്ടി വരും. അത് പറ്റില്ല. അയ്യടാ, ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങുക എന്നുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങുന്നില്ല, വേറൊരു മോളിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം പാസ് ചെയ്തപ്പോൾ പെഡിഗ്രി കണ്ടപ്പോൾ ഇവൻ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിത്തരകി കഴിക്കുക വെച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവൻ്റെ മനസ്സിൽ അതിൻ്റെ സാഷി പാക്കറ്റ് ഉള്ളത് ഇല്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു അത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലുലുന്ന് പുറത്തിറങ്ങിയിട്ടോ ബാക്കത്തെ വഴി കൂടെ. അപ്പോൾ അത് വേറൊരു റോഡിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നമുക്ക് ഗ്രാൻഡ് മാൾ പോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് കുറച്ച് റേസിയൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ ഗ്രാൻഡ് മാളിൽ എത്തിയിട്ടോ. ഇവിടെ ഭയങ്കര ക്രൗഡ് കുറവാണ്. ഈ ലുലു ഉള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ട് അധികം വരാറില്ല. പിന്നെ ഇവിടെ അത്രയും തോന ഐറ്റംസ് ഒന്നുമില്ല. ഇവിടെ മറ്റേ നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ നോക്കിയിട്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വന്ന്. കിട്ടിയോ? ഏതിനാ 10? അടുത്തോ 10 ദിവസത്തേക്കല്ലേ? അങ്ങനെ ലുലുന്ന് ഇറങ്ങിയിട്ടോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ അവൻ എന്നെ ഹോസ്റ്റലാക്കിയിട്ട് അവനും പോയി. ഇത് നമുക്ക് തിങ്കിന്ന് തന്നൊരു മെറ്റീരിയലിൻ്റെ ബാഗാട്ടോ. ഈ ബാഗിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ജൂട്ടിൻ്റെ ക്ലോത്ത്, പിന്നെ എന്തൊക്കെയോ പേപ്പർ, ക്ലോത്ത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് വാങ്ങണം, ഏതൊക്കെ വാങ്ങണം, എവിടെ കിട്ടും, എന്താണ് ഇങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതൊക്കെ അവർ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. OHP ഷീറ്റ്, പിന്നെ ഒരു സിൽവറിൻ്റെ ഒരു കോയിൽ, ഗോൾഡൻ കളർ കോയിൽ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി. നമ്മൾ വേറെ 2-3 സ്ഥലത്ത് ചോദിച്ചു. ഇപ്പോൾ BRDSൽ നമ്മൾ ചോദിച്ചു. അവിടെ നിന്ന് അവർ അപ്പം ചെയ്യാനുള്ള മെറ്റീരിയൽ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്തോ 5Kൻ്റെ അടുത്ത് എന്തോ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിഫ്റ്റിന് മാത്രം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, കുറേ കളർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ തന്ന് കുറച്ച് എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്തു കേട്ടോ. എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിൻ്റെ ഫസ്റ്റ് റൗണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ്. പക്ഷേ എനിക്ക് സെക്കൻഡ് റൗണ്ട് സിറ്റുവേഷൻ ടെസ്റ്റിനുള്ളത് ഇങ്ങനെ പഠിച്ച് വന്നപ്പോഴെങ്കിൽ മനസ്സിലായത് ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ എസ്തെറ്റിക്സ് നോക്കണം, ഭയങ്കര ക്ലീൻ ആയിരിക്കണം, അതൊക്കെ നമുക്ക് ഇതാക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൺസെപ്റ്റിലൊക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് ദെൻ ഒരു ക്രാഫ്റ്റ് പോലെ അല്ലാതെ കുറച്ചുകൂടെ ഒരു മീനിങ് ഉള്ള ഒരു കോൺസെപ്റ്റുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഈ നിഫ്റ്റ് അതേപോലെ NID ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാകും. ബട്ട് ദെൻ അല്ലാത്തവർക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു എന്നുള്ളൂ. ത്രെഡും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഒരു ഇങ്ങനെ കെട്ടുന്ന ഒരു സംഭവം, പിന്നെ തെർമോക്കോളിൻ്റെ കളർ ബോൾസൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അത് ഭയങ്കര മെസ്സാണ്. പിന്നെ അതേപോലെ തെർമോക്കോൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോയി ഇത് ചെയ്യുമ്പോഴേക്കും നമ്മളെ മേത്ത് മൊത്തം തെർമോക്കോളായിട്ടുണ്ടാകും. ഭയങ്കര മെസ്സാണ്. എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, ഇത് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും സാധനങ്ങളാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. ടൂത്ത് പിക്ക് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. ബോളെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോളുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അതിനെപ്പറ്റി അതിനൊന്നും ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല കേട്ടോ. ഇനി പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ 2-3 ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു.
അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. അങ്ങനെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ബാഗിലാക്കി വെച്ചു. അപ്പോൾ പിന്നെ രാവിലെ ഒരു തിരക്ക് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തു. അതിന് ടിഷ്യൂ പേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കിടക്കാനുള്ളതായി എനിക്ക് മെഡിസിൻ ഉണ്ട് കേട്ടോ കുടിക്കാൻ, എനിക്കൊരു അലർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.